പലപ്പോഴും റോഡുകളിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ കാറുകൾ പോകുമ്പോൾ അതിൽ BH രജിസ്ട്രേഷൻ കാണാറുണ്ട്. വ്യത്യസ്തമായ ഒരു നമ്പർ പ്ലേറ്റ് സിസ്റ്റം. എന്താണ് BH രജിസ്ട്രേഷൻ? അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. BH രജിസ്ട്രേഷൻ സംവിധാനം എന്നാൽ ഭാരത് സീരീസ് രജിസ്ട്രേഷൻ എന്നാണ് അർത്ഥം. ഇത് ഒരു ഏകീകൃത വാഹന രജിസ്ട്രേഷൻ സംവിധാനമാണ്. ഇത് രാജ്യത്തുടനീളം വാഹനങ്ങൾ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാനും കൈമാറ്റം ചെയ്യാനും അനുവദിക്കുന്നു. പ്രധാനമായും 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഓഫീസുകളുള്ള സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്കും വേണ്ടിയാണ് ഈ സംവിധാനം. ഇതുപയോഗിച്ച് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറുമ്പോൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാം. സംസ്ഥാനത്തെ ഉയർന്ന റോഡ് നികുതി നൽകാൻ സന്നദ്ധരായ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഭാരത് സീരീസ് രജിസ്ട്രേഷൻ അനുവദിക്കുന്നത് പരിഗണനയിലിരിക്കുകയാണ്. ഇതു സംബന്ധിച്ച് സർക്കാർ തലത്തിൽ കൂടിയാലോചന തുടങ്ങിയിട്ടുണ്ട്. നികുതി നഷ്ടം ഉണ്ടാകാത്ത വിധം BH രജിസ്ട്രേഷൻ നൽകുന്നതിൽ എതിർപ്പില്ല എന്നാണ് സംസ്ഥാന നിലപാട്. നികുതി നഷ്ടം ഭയന്ന് രാജ്യവ്യാപകമായുള്ള ഏകീകൃത വാഹന രജിസ്ട്രേഷൻ BH സംസ്ഥാനത്ത് അനുവദിച്ചിരുന്നില്ല. ജോലി, ബിസിനസ്, പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഒരു സംസ്ഥാനം വിട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ സ്വകാര്യ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ മാറ്റേണ്ടി വരില്ല എന്നതാണ് BHന്റെ നേട്ടം. 2021 കേന്ദ്ര സർക്കാർ BH രജിസ്ട്രേഷൻ കൊണ്ടുവരുന്നത്. നികുതി ഒഴിച്ചുള്ള വാഹന വില അടിസ്ഥാനമാക്കി 2 വർഷത്തേക്കാണ് നികുതി അടയ്ക്കേണ്ടത്. 8 മുതൽ 12% വരെയാണ് നികുതി. സംസ്ഥാനത്ത് നികുതി ചേർത്തുള്ള വാഹന വിലയുടെ 21% വരെ നികുതി ഈടാക്കാറുണ്ട്. റോഡ് നികുതി നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനത്തിനാണ് എന്നും കേന്ദ്രം അതിൽ കടന്നു കയറേണ്ട എന്നുമാണ് സംസ്ഥാന നിലപാട്. തർക്കം കോടതിയിലും എത്തിയിരുന്നു. നികുതി നിശ്ചയിക്കാനുള്ള സംസ്ഥാനത്തിന്റെ അധികാരത്തെ കോടതി ചോദ്യം ചെയ്തിട്ടുമില്ല. BH രജിസ്ട്രേഷനുള്ള വാഹനങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ചും അന്തിമ തീരുമാനം വരണം. രണ്ടാമത് വാഹനം വാങ്ങുന്നയാളും കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് എങ്കിൽ BHൽ തുടരാനാകും. ഇല്ലെങ്കിൽ നികുതി അടച്ച് സാധാരണ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. 4-ലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും കേന്ദ്ര നിർദ്ദേശപ്രകാരം BH രജിസ്ട്രേഷന് അർഹതയുണ്ട്. ഇത് സംസ്ഥാനത്ത് പരിഗണിക്കുന്നില്ല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിൽ BH രജിസ്ട്രേഷൻ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. BH രജിസ്ട്രേഷൻ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. 1. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഓഫീസുകളിലെ സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്കും ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം. 2. പരിവാഹൻ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 3. അപേക്ഷയോടൊപ്പം വർക്കിംഗ് സർട്ടിഫിക്കറ്റ്, ഫോം 60 അല്ലെങ്കിൽ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് എന്നിവ സമർപ്പിക്കണം. 4. രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ BH സീരീസ് നമ്പർ പ്ലേറ്റ് ലഭിക്കും. അടുത്തത് BH സീരീസ് നമ്പർ പ്ലേറ്റിന്റെ ഫോർമാറ്റ് നോക്കാം. രജിസ്ട്രേഷന്റെ വർഷം, ഭാരത് സീരീസ്, 4 അക്ക രജിസ്ട്രേഷൻ നമ്പർ, 2 അക്ഷരങ്ങൾ. ഇങ്ങനെയാണ് ഈ നമ്പർ പ്ലേറ്റിന്റെ ഫോർമാറ്റ്.